പടച്ചതമ്പുരാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സത്യവിശ്വാസികളുടെ ഹൃദയത്തിൽ നൽകുന്ന ഈ ഒരു ഇസ്ലാമിന്റെ ആനന്ദം, ഇതാണ് ഇതിന്റെ ഉൾസാരം. നമ്മൾ ഇതില്ലാണ്ട് ഒരു കോലം കെട്ടി മുസ്ലിമായി നടന്നാലൊന്നും ഇസ്ലാം ആസ്വദിക്കാൻ കഴിയില്ല. ഇപ്പോ നല്ല ആരോഗ്യത്തിൽ ജീവിക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. നല്ല അടിപൊളി ഒരു ടീഷർട്ട്, നൈക്കിയുടെ, അഡിഡാസിന്റെ, അല്ലെങ്കിൽ ആർമറിന്റെ നല്ല നല്ല ബ്രാൻഡുകളുടെ ടീഷർട്ടും പിന്നെ അവരുടെ സ്പോർട്സ് വെയറും നല്ല സ്പോർട്സ് ഷൂ ഒക്കെ ഇട്ടിട്ടിങ്ങ് നടന്ന ആരോഗ്യം ഉണ്ടാവുമോ? അതിന് പണിയെടുക്കുന്ന വേണ്ടേ? പക്ഷെ നമ്മളെന്താ ആ ഒരു നൈക്കിയുടെ ചിഹ്നങ്ങൾ കണ്ടാൽ ഞാനൊക്കെ ഭയങ്കര ആരോഗ്യവാനാന്ന് വെറുതെ തോന്നുകയാണ് എന്ന പോലെ നമ്മളൊക്കെ മുസ്ലിമാന്ന് നമുക്ക് തോന്നുകയാണ്. നമ്മൾ ശരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ? ഇതിനൊരു ആനന്ദമുണ്ട്, ഇതിനൊരു സന്തോഷമുണ്ട്, ഇതൊരു സആദ. ഇത് ജീവിതത്തിൽ സന്തോഷിക്കാൻ പടച്ചോൻ തന്നതാ ഇസ്ലാം, എന്നല്ലാതെ ബുദ്ധിമുട്ടാക്കാനല്ല. നമ്മുടെ നിസ്കാരം നമുക്ക് ആനന്ദം നൽകും. മഹാന്മാർ പറയാണ്, തആലൈത ലം യുബ്ദി ശൈഉൻ ലിഐനി തബാറക്ത ലം യുംളി സൗതുൻ ബിഉദ്നി വലാകിന്ന ത്വയ്ഫൻ ബിഖൽബി യുത്ല്ലു വമിൻ ത്വയ്ഫിഹി കുല്ലു നൂരിൻ യുഹില്ലു. കണ്ണുകളെ കൊണ്ട് റബ്ബേ നിന്നെ ഞാൻ കണ്ടിട്ടില്ല, കാതുകളെ കൊണ്ട് റബ്ബേ നിന്റെ ശബ്ദം ഞാൻ കേട്ടിട്ടില്ല, എന്നാൽ എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ ആനന്ദമായി അവതരിക്കുകയാണ് റബ്ബേ നീ എൻ്റെ മനസ്സിലേക്ക്. ഇതാണ് വിശ്വാസി. കണ്ണുകൊണ്ട് കാണുന്നില്ല, കണ്ണുകൊണ്ട് കണ്ടും കാതുകൊണ്ട് കേട്ടുമാണെങ്കിൽ അത് പരീക്ഷയല്ല. ബുദ്ധി കൊണ്ട് പടച്ചവനെ കാണാനായി ലോകത്തേക്ക് പറഞ്ഞയച്ചത്. ഈമാൻ, വിശ്വാസത്തിന്റെ മധുരം അറിയാൻ കഴിയുന്ന ആളുകൾ 3 പേരാണ്, 3 സ്വഭാവമുള്ളവരാണ്. മൻ റദിയ ബില്ലാഹി റബ്ബൻ, പടച്ചവൻ അല്ലാഹു എന്റെ രക്ഷിതാവാണെന്ന് മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടവർ. വിശ്വസിച്ചവരത് മാത്രമല്ല, മനസ്സുകൊണ്ട് തൃപ്തിപ്പെടണം. അല്ലാഹു എനിക്ക് റബ്ബ് മതി, എന്റെ റബ്ബ് മതി. വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാം എന്റെ ദീനാണ് എന്ന് മനസ്സുകൊണ്ട് തൃപ്തിപ്പെട്ടവർ. വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാ, പുണ്യ റസൂൽ എന്റെ റസൂലാണെന്ന് മനസ്സുകൊണ്ട് തൃപ്തിപ്പെട്ടവര്. മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു, എന്റെ റസൂൽ, എന്റെ മതം, എന്റെ അല്ലാഹു. ഇത് മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടവർക്ക് വിശ്വാസത്തിന്റെ മധുരമുണ്ടാകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം